ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈലൈറ്റ് മാള്, വളരെ വലിയൊരു ഹൈലൈറ്റ് മാള് വന്നിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ആ ഫുഡ് കോർട്ടിലെ ഒരു ഏരിയ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. അതിനുള്ള സമയമാണ് എനിക്ക് കിട്ടിയുള്ളൂ. വളരെ വലിയ രീതിയിൽ തന്നെ ഫുഡ് കോർട്ട് നല്ല രീതിയിൽ തന്നെ അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലിരുന്ന് നമുക്ക് ഹൈവേ ഒക്കെ കാണാം. ഇതിൻ്റെ അകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറേ പേർക്കുണ്ട്. എത്ര പേര് വന്നാലും അവിടെ ഫുഡ് വാങ്ങാം. ഓരോ ഫുഡ് കൗണ്ടറിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങാം. ഫുഡ് വാങ്ങിയിട്ട് നമുക്കവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാം. അതുപോലെ അത്രയും നീറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടമാനം ആൾക്കാർ, ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ സൂപ്പർ മാർക്കറ്റിലാണ് മെയിനായിട്ട് പോയത്. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകും. അവിടെ ഐസ്ക്രീമും ഫലൂഡയും എല്ലാം ഉണ്ട്. ഇത് ഞാൻ മറിഞ്ഞു വീണു, ഈശ്വര, ചേർത്ത് വിളിക്കാവോ. ഇത് ഞാനൊരു ഓർഡർ എടുത്തിട്ട് ആ ഓർഡർ ഒരു മാഡത്തിന് കൊണ്ടു കൊടുക്കുന്നതാണ്. മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. മുഖം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒന്ന് മറിഞ്ഞു വീണായിരുന്നു. ഒരു ബർഗറാണ്, ബീഫ് വെച്ചിട്ടുള്ള ബർഗറാട്ടോ. പിന്നെ ഒരു ജ്യൂസും മുജിറ്റോ. അതുപോലെ അവരുടെ വാഷ്റൂമെല്ലാം ഭയങ്കര നീറ്റായിട്ട്, നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ വൃത്തി ഉണ്ടോയെന്ന് നോക്കുന്നൊരു ഏരിയയുള്ള വാഷ്റൂമൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് വാഷ്റൂം. അവിടെ കുറേ സൂപ്പർവൈസർമാരും അതൊക്കെ നോക്കാൻ അന്വേഷിക്കാനും ഒരുപാട് പേരുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിരിക്കാം നമുക്ക് കണ്ടപ്പോൾ. എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. ചായ കുടിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ അടിപൊളി ഉണ്ണിയപ്പം, പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട ഇതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ചായ നന്നായിട്ട് ഒന്നിങ്ങനെ നമ്മുടെ ചായക്കടലൊക്കെ കിട്ടുന്ന പോലെ തരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ആൾ ഇങ്ങനെ കപ്പിലൊക്കെ എടുത്ത് അടിപൊളി ചായ എന്ന് പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും വളരെ വൃത്തിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എനിക്ക് ചായ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം കഴിക്കണേ. എനിക്കത് ഭയങ്കര ഒരു മനസ്സിനൊരു ആനന്ദം തന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ നാൾക്ക് ശേഷം ഇങ്ങനൊരു ചായ നല്ല രസമായിട്ട് ഇങ്ങനെ ചായ പൊക്കിയൊക്കെ അടിച്ച് കഴിക്കുന്നത് കുറേ നാൾക്ക് ശേഷം. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല ചുമയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റും. അവിടെ പിന്നെ ഡൊമിനോസ് ഉണ്ട്, എന്തൊക്കെ പേരുള്ള പോപ്പോയ്സോ എന്തൊക്കെയുണ്ട്. അവിടെ ഒരു ഗുണമുള്ളത് DC ബുക്സ് ഉണ്ട്. അവിടെ കയറിയിരിക്കുക, ബുക്ക് വാങ്ങിക്കുക, നേരെ കോഫി പറയുക, ബുക്ക് വാങ്ങിക്കുക, കോഫി കഴിക്കുക. KFC ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു